പ്ലാങ് പ്ലാങ് പ്ലാങ്. മോനുണ്ണി നീ വന്നാ? എന്റെ പൊന്നുമോൻ ആകെ ക്ഷീണിച്ചു പോയല്ലേ. അയ്യോ മുടിയൊക്കെ പോയി. എന്തുവാടെ ഇത്? നെറ്റിലൊരു ടർബിനുള്ള സ്ഥലം ഉണ്ടല്ലേ? ദുബായിലെ വെള്ളമല്ലേ അമ്മ. ഏട്ടൻ എന്താടി ഏട്ടനെ കണ്ട് ഷോക്കായോ? ഞാൻ ഇന്നും കൂടെ ഏട്ടനെ പറ്റി ചിന്തിച്ചതേ ഉള്ളൂ. ചിന്ത മത്തൊരു ബേട്ടി. അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഈ ഒരു പെട്ടി മാത്രം കൊണ്ടുവന്നുള്ള മാറങ്ങോട്ട് വഴി കയറി നിന്നോളൂ. ആ അച്ഛനെന്താ മരോട്ടിക്കെത്തുന്ന മരം കൊത്തിയെ പോലെ? ഞാൻ വന്നു അച്ഛാ. സുഖം തന്നെ അല്ലേ? പിന്നെ ഭയങ്കര സുഖം. അച്ഛനെ പറ്റി പറയാൻ അറബിക്ക് നേരെ ഉള്ളൂ. തന്നെ എന്തൊക്കെയാ പറയാറ്? അറബി എപ്പോഴും പറയും കൈഫ സ്വാച്ചൻ കുസ്തുവാന എന്ന് വെച്ചാ അത് ഞാൻ ജോലിയുടെ ഇടയിൽ ഇങ്ങനെ റീൽസ് ഒക്കെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടോണ്ട് വരുന്ന അറബി എൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഇത് നിന്റെ അച്ഛൻ്റെ കമ്പനി അല്ല, വീഡിയോ കാണാൻ വേണ്ടി നിനക്ക് നിന്റെ അച്ഛനല്ല ശമ്പളം തരണമെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ തിരക്കും. ആരോ എന്നെ കുറിച്ച് നല്ലത് പറയുന്നുണ്ട്. നിന്റെ അറബി എന്നെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ ഇവിടെ കൃത്യം അറിയുന്നുണ്ട്. ഓ പറഞ്ഞു നാവിടത്തില് ദേ അറബി വിളിക്കണ. വാലൈക്കും സലാം അമറുല്ലാദി കുൽത്തുവാന ട്രാൻസ്പോർട്ട് കോൺട്രാക്ടർ ജിബ്ലാനി മാഫിയ ഫെച്ചാച്ചി ഇപ്പത്തെ അല്ല മാഫിയ ബുസ്കിൽ വസീം എന്താ? ഹലോ അണ്ണാ എന്തരായി? ഓ ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞു തുടങ്ങിയില്ല. മിക്കവാറും ആ വേണ്ടി തന്നെ തിരിച്ചു വേണ്ടി വരും. തൽക്കാലം നീ ഫോൺ വെച്ചാണ് വച്ചാണ് അൽക്കോയ്ത താലിബാൻ മലക്കോട്ട വാലിബാൻ ശുക്രാൻ പരതരം മദർ പ്രശ്നവും ഭംഗിയിലും. അറബി സംസാരിക്കൂ. പിന്നെ അറബി സംസാരിക്കാതെ അറബിയൊക്കെ ഊമ എന്നാണ് നിന്റെ വിചാരം? അതല്ല ഏട്ടൻ അറബി സംസാരിക്കുമെന്ന്. സംസാരിക്കുന്നു. നീ കുപ്പിയൊന്നും കൊണ്ടുവന്നില്ലേ? അതിന് ഞാൻ ദുബായിൽ അക്കറ് തുറക്കാനല്ലല്ലോ പോയത്. അതല്ല മറ്റേ ബോട്ടിലല്ലേ? ബോട്ടിൽ. ഓ മറ്റേ കുപ്പി. മളു ആ ബാഗിൽ നിന്ന് 2 കുപ്പി എടുത്തു കൊടുത്തേ. ഇത് ചേട്ടൻ പണ്ട് ഇവിടെ അച്ചാർ കൊണ്ടുപോയ ബോട്ടിലല്ലേ? എനിക്കെന്തിനാ ഈ ബോട്ടിൽ? അച്ഛന് വല്ല ബോട്ടിലായിട്ടും ചെയ്യാലോ. മോൻ ഇനി എപ്പോഴും തിരിച്ചു പോണ്? ആക്ച്വലി ഞാൻ ഇനി ഗൾഫിലോട്ട് തിരിച്ചു പോണില്ല. അതെന്ത്? ആക്ച്വലി നാട്ടിൽ കടം കയറി നിക്കക്കള്ളിയില്ലാതായപ്പോഴാണല്ലോ ഞാൻ ഗൾഫിൽ പോയത്. അവിടെ ചെന്നപ്പോൾ ഇരട്ടി കടമായി. അങ്ങനെ അറബി അവിടെ നിന്ന് കയറ്റി ഇങ്ങോട്ട് വിട്ട്. ഇനി ഇവിടെ നിന്ന് ജോലി ചെയ്തിട്ട് അവിടുത്തെ കടം തീർക്കണമെന്നാ അറബി പറഞ്ഞിരിക്കുന്നത്. സാധാരണ തിരിച്ചല്ലേ? ഗൾഫിൽ ജോലി ചെയ്തല്ലേ നാട്ടിലെ കടം തീർക്കുന്നത്? എക്സെപ്ഷൻ കേസൊക്കെ ഇങ്ങനെയാണ്. അപ്പൊ പിന്നെ എന്താ ഇനി ചേട്ടന് ഫ്യൂച്ചർ പ്ലാൻ? തൽക്കാലം വേറൊന്നുമില്ല, നല്ല വെള്ളത്തിലൊന്ന് കുളിക്കണം. ദുബായിൽ നല്ല വെള്ളമില്ലല്ലോ, ഡീസലല്ലേ?